ഹലോ. ഇപ്പോൾ എവിടെ നോക്കിയാലും ഭയങ്കര ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലേ നമ്മുടെ ഇൻവിസിബിൾ ചെയിൻ. ഈ ഓണത്തിന് നമുക്കും സിമ്പിളായിട്ട് ഒരു ചെയിൻ ഉണ്ടാക്കി നോക്കിയാലോ? സാധാരണ ഈ ചെയിൻ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന പ്ലെയേഴ്സൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരു സാധനം വെച്ചാണ് നമ്മളിന്ന് ഈ ചെയിൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഈ ഗിയർ ലോക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലോക്ക് ചെയ്യാനായിട്ട് പ്ലെയേഴ്സിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്ന സൂത്രം ഒരു പഴയ മൂർച്ചയൊക്കെ കുറഞ്ഞ നെയിൽ കട്ടറാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെയിൽ കട്ടർ ഉപയോഗിച്ച് ഗിയർ ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ ഗിയർ വയറിൽ പ്രസ്സാതെ പ്രത്യേകം നോക്കണം എന്നുള്ളതാണ്. അഥവാ ഗിയർ വയറിൽ പ്രസ്സായാൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാനായിട്ട് ഗോൾഡൻ ഷുഗർ ബീഡ്സും പിന്നെ അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ഗോൾഡൻ ബീഡും ഒരു ലോട്ടസ് പെൻഡൻ്റൊക്കെയാണ്. അതൊക്കെ വീഡിയോയിൽ കാണുന്നത് പോലെ കൃത്യമായി കോർത്തെടുത്ത് നെയിൽ കട്ടർ വെച്ച് ഗിയർ ലോക്കിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷുഗർ ബീഡ്സൊക്കെ ഉണ്ടല്ലോ, തയ്യൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ 10 ഗ്രാം 20 ഗ്രാമൊക്കെ ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. 20 രൂപയ്ക്കും 30 രൂപയ്ക്കൊക്കെ ഉള്ളിൽ റേറ്റ് വരുള്ളൂ. അതുപോലെ ഈ ഗിയർ വയർ ആണെങ്കിൽ പോലും ഒരു ഫുൾ ഗിയർ റോളിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല എങ്കിൽ ലൂസായിട്ടും ചില കടകളിൽ നമുക്കത് വാങ്ങാനായിട്ട് കിട്ടും. അതായത് മീറ്ററിന് 5 രൂപ 6 രൂപ ഒക്കെ ആ റേറ്റിലൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. ഞാനങ്ങനെ ലൂസായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ നെയിൽ കട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ പെർഫെക്ഷനിലും ഭംഗിയിലൊന്നും ഒരു കുറവും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഇനി ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാനായിട്ട് ടൂൾസൊന്നും വാങ്ങിയാലും പൈസ കളയണ്ട. ഇതുപോലെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മൂർച്ചയൊക്കെ കുറഞ്ഞ പഴയൊരു നെയിൽ കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരുപാട് ക്രിയേറ്റീവായ ഇൻവിസിബിൾ ചെയിൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇൻവിസിബിൾ ചെയിൻ കൂടാതെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയ 2 ഇൻവിസിബിൾ ചെയിൻ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു സിൽവർ ആംഗ്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ.